പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് അബ്രഹത്തിന്റെ ആനക്കലഹ സംഭവമുണ്ട് ചരിത്രത്തില്. അബ്ദുൽ മുത്തലിബിന്റെ റബ്ബിലുള്ള വിശ്വാസം കൊണ്ട് മാത്രം മഹത്തായ ഒരു കഥയാണ് ആ കഥ. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട ഭവനമാണ് കാബ. അറേബ്യയിൽ മാത്രമല്ല, അവിടെ സമീപത്തുള്ളവരും അതുപോലെ മറ്റു രാജ്യത്തിലുള്ളവരും ആദ്യകാലം മുതൽക്കേ കാബയ്ക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. കാബയ്ക്ക് ലഭിക്കുന്ന ഈ സ്വീകാര്യതയൊക്കെ കണ്ടുനിന്ന് സഹിക്കവയ്യാതായപ്പോഴാണ് യമനിലെ വൈസ്രോയായിരുന്ന അബ്രഹത്ത് തൻ്റെ സെൻആ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുറ്റം ദേവാലയം പണിയുന്നത്. കഅബയെ നിഷ്ഫലമാക്കി തൻ്റെ ദേവാലയം അറേബ്യയിലെ ഏറ്റവും വലിയ ആരാധന കേന്ദ്രമായി മാറണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. എല്ലാ ജനങ്ങളും ഇവിടേക്ക് ആരാധനയ്ക്കായി വരുന്നതൊക്കെ അദ്ദേഹം സ്വപ്നം കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് തകർന്നലിഞ്ഞുപോയ പ്രതിമയായ ഷേബ രാജകുമാരിയുടെ കൊട്ടാരത്തിൽ നിന്ന് മാർബിൾ കൊണ്ടുവന്നിരുന്നു. മാത്രമല്ല ആനക്കൊമ്പിലൊക്കെ തീർത്ത പ്രസന്ന പീഠങ്ങൾ, അതുപോലെ തന്നെ സ്വർണത്തിലും വെള്ളിയിലൊക്കെ പണിത കുരിശുകളും തുടങ്ങിയ വളരെ സവിശേഷമായിക്കൊണ്ടാണ് തൻ്റെ ദേവാലയം പണിത് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നത്. ദേവാലയത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അബ്രഹത്ത് തൻ്റെ രാജാവായ നെഗസിന് ഒരു കത്ത് എഴുതുന്നുണ്ട്. മഹാപ്രഭു, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ഒരു വലിയ ദേവാലയം തന്നെ ഇവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊന്ന് അറേബ്യയിൽ എന്നല്ല, ലോകത്ത് തന്നെ മറ്റാരും ഇതുവരെ പണിതിട്ടില്ല. ഇത്രയും സവിശേഷമായ ഈ ആരാധന കേന്ദ്രത്തിലേക്ക് അറേബ്യയിലെ എല്ലാ ആളുകളെയും തിരിച്ചു വിടുന്നത് വരെ എനിക്കിനി വിശ്രമമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മക്കയിലെ ഖുറൈശികളുമായിട്ട് ബന്ധമുള്ള കിനാന ഗോത്രത്തിൽപ്പെട്ട ഒരാള് ഈ ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ മലിനമാക്കുകയൊക്കെ ചെയ്ത് ഒരു രാത്രി തിരിച്ചു പോകുന്നത്. ഈ സംഭവം അറിഞ്ഞതോടെ അബ്രഹത്ത് ദേഷ്യപ്പെട്ടു. ഇതിന് പ്രതികാരമായി കാബയുടെ തറക്കല്ല് ഇളക്കിയിട്ടില്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ല എന്ന് അബ്രഹത്ത് പറയുന്നത്. അങ്ങനെ ഒരു വലിയ സൈന്യവുമായിട്ട് അബ്രഹത്ത് മക്കയിലേക്ക് പോവുകയാണ്. ആ സൈന്യത്തിന്റെ മുമ്പിൽ അബ്രഹത്ത് ആനയെയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ആനപ്പട കാബയെ തകർക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. അബ്രഹത്ത് മുക്കാമസ് എന്ന് പറയുന്ന സ്ഥലത്ത് താവളമാക്കുകയും തന്റെ കുതിരപ്പടയാളികളെ മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അവർ പോകുന്ന വഴിക്ക് തൻ്റെ കണ്ണിൽ കാണുന്നതെല്ലാം കൊള്ളയടിക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം അബ്രഹത്തിന്റെ കൈകളിലേക്ക് കൊടുത്തയക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ അബ്ദുൽ മുത്തലിബിന്റെ 200 ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഗോത്രത്തിലെ വലിയ ആളെ കാണണമെന്ന് പറഞ്ഞിട്ട് അബ്രഹത്ത് ഒരു സന്ദേശം അയക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, മക്കയിലെ ഒരാളുകളെ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. ഞങ്ങൾക്ക് കാബ പൊളിക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഇനി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ മക്കയുടെ നേതാവ് എന്നെ വന്ന് കാണണമെന്ന് ഉത്തരവിടുകയും ചെയ്യുന്നുണ്ട്. മക്കക്കാർക്കിടയിൽ അന്ന് ഔദ്യോഗികമായിട്ട് ഒരു നേതാവ് ഇല്ലെങ്കിലും പൊതുജനാഭിപ്രായം അന്ന് അബ്ദുൽ മുത്തലിബ് തന്നെയായിരുന്നു നേതാവ്. അബ്ദുൽ മുത്തലിബ് തൻ്റെ മകനോടൊപ്പം അന്ന് അബ്രഹത്തിനെ കാണാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. അബ്ദുൽ മുത്തലിബിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാതത്തിൽ നിന്നും അദൃശ്യനായി അബ്രഹത്ത് തന്റെ രാജകീയ ഇരിപ്പിടത്തിൽ നിന്ന് അറിയാതെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. തന്റെ ഗവർണർ അടുത്ത് തന്നെ ഇരിപ്പിടമൊരുക്കി അബ്ദുൽ മുത്തലിബിനെ ഇരുത്തി. എന്നിട്ട് അബ്രഹത്ത് ചോദിക്കുന്നുണ്ട്, താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അബ്ദുൽ മുത്തലിബ് ഉടൻ തന്നെ മറുപടി പറയുന്നുണ്ട്, താങ്കളുടെ സൈന്യം എന്റെ 200 ഒട്ടകത്തെ കൊണ്ടുപോയിട്ടുണ്ട്. അവയെ എനിക്ക് തിരിച്ചേൽപ്പിക്കണം. ഈ മറുപടി അബ്രഹത്തിനെ അത്ഭുതപ്പെടുത്തി. നിരാശയോടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ പൊളിച്ചു കളയാൻ വന്ന ഈ കാബയേക്കാൾ നിങ്ങളുടെ ഒട്ടകമാണോ വലുത്? പുഞ്ചിരിച്ചുകൊണ്ട് അബ്ദുൽ മുത്തലിബ് മറുപടി പറയുകയാണ്, ഒട്ടകങ്ങളുടെ ഉടമസ്ഥൻ ഞാനാണ്. അതുപോലെ കാബക്കും ഒരു ഉടമസ്ഥനുണ്ട്, അത് അള്ളാഹുവാണ്. കാബ അള്ളാഹു സംരക്ഷിച്ചുകൊള്ളു. അബ്രഹത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കെതിരെ അവനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കാത്തിരുന്ന് കാണാം. ഈ മറുപടിയുമായിട്ടാണ് അബ്ദുൽ മുത്തലിബ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. അദ്ദേഹം വന്നപാടെ മക്കയിലെ ജനങ്ങളോട് പറയുകയാണ് കുന്നിൻപുറത്തേക്ക് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. ശേഷം നേരെ വരുന്നത് കാബയിലേക്കാണ്. കാബയുടെ പ്രധാന വാതിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ, നിന്റെ അടിമ അവന്റെ കുടുംബത്തെ സംരക്ഷിക്കുന്നു. നീ നിന്റെ ആരാധന കേന്ദ്രത്തെ സംരക്ഷിക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് അബ്ദുൽ മുത്തലിബും ആ മലക്ക് മുകളിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെയാണ് അബ്രഹത്തും സൈന്യവും കാബ പൊളിക്കാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് എത്തുന്നത്. കാബയുടെ സമീപത്തെത്തിയപ്പോ ആ സൈന്യത്തിൽ ഉണ്ടായിരുന്ന ആന മണ്ണിൽ മുട്ടുകുത്തി. അതിന്റെ പാപ്പാൻ എത്ര ശ്രമിച്ചിട്ടും ആ ആന എഴുന്നേൽക്കുന്നില്ല. അവര് വടികൊണ്ട് അതിനെ അടിക്കുകയും
ഇരുമ്പ് കൊണ്ട് അതിന്റെ തലയിൽ കുത്തുകയും തോട്ടി കൊണ്ട് അതിന്റെ വയറിൽ വലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആന എഴുന്നേൽക്കുന്നില്ല. മുന്നോട്ട് പോവാതിരിക്കാനുള്ള വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു അത്. പക്ഷേ അബ്രഹത്തിന് തന്റെ ദേവാലയത്തോടുള്ള അഭിനിവേശവും അതുപോലെ അതിനെതിരെ നിൽക്കുന്ന കാബയോടുള്ള പകയും ആളിക്കത്തുകയായിരുന്നു. അത് അദ്ദേഹത്തെ അന്ധനാക്കി കളഞ്ഞിരുന്നു. പക്ഷേ സമയം ഏറെ വൈകിപ്പോയിരിക്കുന്നു. പടിഞ്ഞാറെ ആകാശം കറുത്തിരുണ്ടു. ഒരു അപരിതമായ ശബ്ദം പുറപ്പെടുകയും കടലിലെ തിരമാല പോലെ അന്തരീക്ഷമാകെ പാറി പറക്കുകയായിരുന്നു. അവരുടെ തലക്ക് മുകളിൽ നിറയെ പക്ഷികളായിരുന്നു. അബാബയിൽ അവരുടെ കയ്യില് ചിറൽക്കല്ല് പോലെ 3 കല്ലുകൾ ഉണ്ടായിരുന്നു. അവ ഈ സൈന്യത്തിന്റെ മുകളിൽ ഓരോ ലക്ഷ്യസ്ഥാനത്തേക്ക് എറിഞ്ഞു. ഓരോ സൈനികന്റെയും മേത്ത് ആ കല്ല് വീകുമ്പോ സ്വർണം ഉരുകുന്നത് പോലെ മാംസം ഉരുകുകയായിരുന്നു. അള്ളാഹുവിന്റെ ഭവനം നശിപ്പിക്കാൻ വന്നവരെ അള്ളാഹു അവന്റെ സൈന്യത്തെ വിട്ടുകൊണ്ട് തന്നെ നശിപ്പിക്കുകയായിരുന്നു. ഈ സംഭവം കഴിഞ്ഞ ശേഷം ഖുറൈശികളെ ദൈവത്തിന്റെ ജനത എന്ന് പറയപ്പെടുന്നു. കാരണം ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തിരിക്കുന്നു. മാത്രമല്ല കഅബയെ ഒരു വലിയ നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്തു. ഏത് വലിയ നാശത്തിൽ നിന്നും അള്ളാഹു അവന്റെ മതത്തെയും ഭവനത്തെയും സംരക്ഷിച്ചു നിർത്തുമെന്നാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.